കുഴയ്ക്കാനോ, പരത്താനോ, മാവ് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട. രാവിലേക്ക് വെറും 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 2 ചേരുവകൾ കൊണ്ട് മാത്രമാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെയാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. തലേ ദിവസം നേരത്തെ അരച്ച് വെക്കേണ്ട നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റി അപ്പം നമുക്ക് 5 മിനിറ്റിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാം. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ രാത്രിയിലേക്കോ രാവിലത്തേക്കോ ഒട്ടും എണ്ണ പിടിക്കാത്ത ഈ അപ്പം തയ്യാറാക്കാം. ഇത്രയും ഈസിയായും സോഫ്റ്റായും ഉള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ആദ്യം നമുക്കിതിലേക്ക് വേണ്ടത് പച്ചരിയാണ്. അതൊരു 1½ കപ്പോളം ഞാൻ 4, 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ട് അതിലെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് 1½ കപ്പോളം പച്ചരിയാണ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അളവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. 1½ കപ്പ് പച്ചരി, പിന്നെ വേറെ ഒരു ചേരുവയും കൂടെ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. 1½ കപ്പ് പച്ചരിക്ക് നമ്മൾ 1/2 കപ്പ് ചോറാണ്. ഏത് ചോറ് വേണേലും ചേർത്ത് കൊടുക്കാം. മട്ടയരി ആണേലും റേഷനരി ആണേലും എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 3/4 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. വെള്ളം അധികം കൂടാനേ പാടില്ല. നല്ല കട്ടിയായിട്ടുള്ള പരുവത്തിൽ ദേ ഇതുപോലെ അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാൻ മറക്കരുത്. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചില്ലെങ്കിൽ മാവ് കറക്റ്റ് ഈ ഒരു പരുവത്തിൽ കിട്ടത്തില്ല. അപ്പോൾ അപ്പം നന്നായിട്ട് പൊങ്ങിയും വരത്തില്ല. നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അത് ആഡ് ചെയ്യാതാണ് നമ്മൾ ഇങ്ങനെ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ആ കറക്റ്റ് പരുവത്തിൽ അരച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടത്തില്ല. എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണയല്ല ഉപയോഗിച്ചേക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണ പിടിക്കാതെ തന്നെ നമുക്ക് ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വേണേലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങിയിട്ട് നല്ലൊരു അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയതായിട്ട് ഓരോ തവി വെച്ചിട്ട് എണ്ണയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കറക്റ്റ് ആ ഒരു പരുവത്തിൽ ആ ചോറിൻ്റെ അളവും 1½ കപ്പ് പച്ചരിയിലേക്ക് 1/2 കപ്പ് ചോറാണ്, സാദാ ചോറ് ആഡ് ചെയ്ത് കൊടുത്തു. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ച് കൊടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ബേക്കിംഗ് സോഡ പോലും ചേർക്കാതെ ഇത്രയും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം ഇങ്ങനെ പൊങ്ങി വരുന്നത്. നല്ല പപ്പടം പോലെ ഇരിക്കും. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ചോറിൻ്റെ ചപ്പാത്തി ഇല്ലാത്തപ്പം ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിന് പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷന് ചിക്കൻ സ്റ്റൂ ഒക്കെയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.